പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2 ദിവസമായിട്ട് ബാംഗ്ലൂരാട്ടോ ഉള്ളത്. നമ്മളങ്ങനെ വ്ളോഗ് ചെയ്യാനായിട്ട് വന്നതൊന്നുമല്ല, വരേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നേ. അപ്പം തിരക്കായിരുന്നു 2 ദിവസം. ഇന്ന് തിരിച്ചു പോകുന്ന ദിവസമാണ്. ഇന്ന് എന്തായാലും ഫ്രീ ആണ്. രാവിലെ തന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. ബാംഗ്ലൂർ ഇപ്പം ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ യശ്വന്ത്പൂരാട്ടോ. യശ്വന്ത്പൂർ അടുത്ത് മത്തിക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ധാരാളം മലയാളികളുണ്ട്, ഒത്തിരി പേരൊക്കെ ഉണ്ട്. മലയാളികൾ ഒരുപാട് പേര് താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ ബാംഗ്ലൂരിൻ്റെ. ഞാൻ ബാംഗ്ലൂർ ആദ്യം വരുന്നത് 2010-ലാണ്. 2010 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് വന്ന കേട്ടോ. പിന്നെ ജോലിയൊക്കെ ആയിട്ട് ബാംഗ്ലൂരായിരുന്നു. അന്നും ഇന്നും ബാംഗ്ലൂരിൻ്റെ കാലാവസ്ഥയിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല. രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പും വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്. ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, ക്ലൈമറ്റ് അടിപൊളിയാണ് ഇവിടുത്തെ. പിന്നെ ബാംഗ്ലൂരിന് നല്ല മാറ്റം, ക്ലൈമറ്റിന് വലിയ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിലും ബാംഗ്ലൂർ നഗരത്തിന് നല്ല മാറ്റങ്ങൾ അത് ദിനം പ്രതി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെട്രോ കണക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ഥലത്തേക്ക് ആയിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് 2010 സമയത്തൊക്കെ മെട്രോയുടെ ഒരു പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത്യാവശ്യം എല്ലാ ഏരിയയിലും മെട്രോ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യത്തിനും ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും വളരെ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിറ്റിയാണ്. ഞാൻ അധികം സൗത്ത് ഇന്ത്യ വിട്ടിട്ട് അങ്ങനെ അത് പോയിട്ടില്ല, എന്നാലും ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്, ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യശ്വന്ത്പൂരിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാഴ്ചകൾ നിങ്ങൾ ഇതുവരെ കാണാത്ത, ബാംഗ്ലൂരിൽ ഇതുവരെ അധികം കാണാത്ത എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതാണ് ഉദ്ദേശം. കാരണം നമ്മൾ ഒരു എന്താ പറയുക, അധികം എപ്പിസോഡൊന്നുമില്ല, ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വ്ളോഗ് ചെയ്യാനുള്ള സെറ്റപ്പിൽ വന്നതല്ല, അതുകൊണ്ടാണ് കേട്ടോ. രാവിലെ തന്നെ എന്തെങ്കിലും പോയി കഴിക്കണം. ഞാൻ രാവിലെ തന്നെ റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങിയേക്കും കേട്ടോ. ഇന്നെന്തായാലും വൈകുന്നേരം വരെ ബാംഗ്ലൂരുണ്ട്. എന്നാലും അധികം സ്ഥലത്തേക്കൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ കേട്ടോ, യശ്വന്ത്പൂരിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഏരിയ ഇവിടെ തൊട്ടടുത്ത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും ആദ്യമൊക്കെ വരുമ്പോൾ. കാരണം ഓരോ റോഡ്, ഓരോ ലൈൻ ഇങ്ങനെ ക്രോസ് റോഡുകളാണ്, ഒത്തിരി ക്രോസ് റോഡുകളുണ്ട്. അതിനെല്ലാ റോഡിനും ഇങ്ങനെ പേരുണ്ട്. ഇപ്പം 6th ക്രോസ്, 8th ക്രോസ്. ഞാൻ റൂം എടുത്തേക്കുന്ന 12 ക്രോസിലാട്ടോ. അങ്ങനെ ഓരോ ക്രോസുകൾ, ലൈൻസ്, നഗർ, അങ്ങനെയാണ് ഓരോ ബാംഗ്ലൂരിൻ്റെ ഓരോ സ്ഥലങ്ങൾ. പിന്നെ ബസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിന് ഓരോ നമ്പറുകളൊക്കെ കേട്ടോ. ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ ഇരിക്കും. അപ്പോൾ ആ നമ്പറൊക്കെ നോക്കി വെച്ചിട്ടാണ് ഇറങ്ങിയേക്കണേ. ഞാനിപ്പം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറേ ഇങ്ങ് നടന്നിങ്ങ് പോകുന്നു കേട്ടോ. കേട്ടോ, ഇവിടെയൊക്കെ ഇലക്ട്രിക് ബസ്സുകളൊക്കെ ആയി തുടങ്ങി. ഒത്തിരി ബസ് ഇലക്ട്രിക് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ BMTCയുടെ ആണ്, ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട്. അപ്പം BMTCയുടെ ബസ്സാണ് ഇവിടെ സിറ്റിയിലൊക്കെ സർവീസ് നടത്തുന്നത്. KSRTC എല്ലാം ഔട്ട്സൈഡാണ് കേട്ടോ. ഈ സിറ്റിയിലെല്ലാം BMTCയുടെ ബസ്സാണ്, കണ്ടോ. എല്ലാ ബസ്സിനും ഓരോ നമ്പറുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ രാവിലേക്ക് ആയതുകൊണ്ട് ബാംഗ്ലൂർ നഗരമൊക്കെ ഒന്ന് ഉണർന്നു വരുന്നേ ഉള്ളൂ. കടകളൊന്നും തുറന്നിട്ടില്ല, കണ്ടോ, ഷട്ടറെല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കണേ. ബാംഗ്ലൂർ നഗരം അങ്ങനെ രാത്രി വൈകി ഉറങ്ങുന്ന ഒരു നഗരമാണ്. രാവിലെ കുറച്ച് ടൈം എടുക്കും ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട്. റോഡുകളിലൊന്നും അധികം വാഹനത്തിരക്കോ ആളുകളെയൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. ഇവിടേക്ക് ഒത്തിരി IT ജീവനക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് നല്ല തിരക്കും വാഹനങ്ങളൊക്കെ ആയിട്ട് വരാൻ പോലും പറ്റില്ല. അപ്പോൾ ഞാൻ കാറും കൊണ്ടാണ് വന്നത്. ഞാൻ ഈ ടൗണിൽ കയറിയപ്പോൾ തന്നെ ഒത്തിരി ബ്ലോക്കിൽ പെട്ടുപോയി. സ്ഥലം കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ കുറേ നേരം ചുറ്റിക്കിറങ്ങിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ കോർപ്പറേഷൻ്റെ ആളുകളൊക്കെ വന്നിട്ട് അവരുടെ ജോലിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഈ വേസ്റ്റൊക്കെ റോഡ് സൈഡിലുള്ള വേസ്റ്റ് എല്ലാം ഇങ്ങനെ ചാക്കിലൊക്കെ ആക്കി വെച്ച് ഇവരുടെ വണ്ടി വന്നിട്ട് വേസ്റ്റ് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇതുണ്ട്, ഒരു കുഞ്ഞൻ സ്കൂട്ടർ ഇരിക്കുന്നുണ്ടോ. ഇത് യുളുവിൻ്റെ ആണ്, ഇലക്ട്രിക് സ്കൂട്ടർ ആട്ടോ. ഇത് നമുക്ക് പല സ്ഥലത്തും ഈ സ്കൂട്ടർ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാം. ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്, QR കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കാൻ ചെയ്താൽ നമുക്കിത് എടുത്തുകൊണ്ട് പോകാം. ഇലക്ട്രിക്കാണ്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ, വെച്ചിട്ടൊക്കെ പോകാം. പിന്നെ നമുക്ക് വരുന്ന സമയത്ത് വേറെ സ്കൂട്ടറൊക്കെ എടുത്തുകൊണ്ട് പോകാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് തോന്നുന്നത്. സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. യുളു എന്നാണേ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പേര്. ഇതിപ്പോൾ ഇങ്ങനെ കുറേ നഗരങ്ങൾ നമ്മുടെ കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നണേ എന്നൊക്കെ ആയി വരുന്നുണ്ടെന്ന് തോന്നുന്നു. താമസിക്കാതെ ഇന്ത്യയിലെ മിക്ക നഗരങ്ങളിലും ഇങ്ങനെയുള്ള സ്കൂട്ടറുകളൊക്കെ വരും. ഇപ്പോൾ നമുക്ക് ജോലിക്ക് പോകണവർക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ ഈ സംഭവം ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒരു ഹോട്ടലുണ്ട്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ എന്തായാലും ഇന്നലെയൊക്കെ നമ്മുടെ മലയാളി ഫുഡാണ് കഴിച്ചത്. ഇവിടെ ബാംഗ്ലൂർ, കർണാടകയിൽ വന്നിട്ട് ഇവരുടെ കർണാടക ഫുഡ് ഒന്ന് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇവിടെ കയറി മസാല ദോശ തന്നെ കഴിച്ചേക്കാം. ഇവിടുത്തെ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കർണാടകയിലെ. അപ്പോൾ അങ്ങനെ മസാല ദോശ വന്നേ, ചെറിയ മസാല ദോശ കേട്ടോ. കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മസാല ദോശ അല്ല, ഇവിടുത്തെ വ്യത്യാസമുണ്ട്. ഇത് ബാംഗ്ലൂർ, കർണാടകയിലെ ഇത് ഭയങ്കര ക്രിസ്പിയാണ് സംഭവം കണ്ടോ. പക്ഷേ ഇത് വളരെ ചെറുതാട്ടോ, 30 രൂപ ഉള്ളൂ. 30 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ 30 രൂപ ഉള്ളൂ മസാല ദോശയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ വലിപ്പം കുറവ്, അതാണ് റേറ്റ് കുറയാനുള്ള കാരണം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ
ഒരു ചട്നി ഉണ്ട്, തേങ്ങാ ചട്നിയല്ല, കടല വെച്ചരയ്ക്കുന്നതാണ്. പിന്നെ സാമ്പാർ, ഈ സാമ്പാർ നല്ല മധുരമൊക്കെ ഉണ്ട്. ഇവർ ഈ ശർക്കര ഉരുക്കി ചേർക്കും, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിലെ ഒരു മസാല ദോശയുടെ ടേസ്റ്റ് ആയില്ല, ഭയങ്കര വ്യത്യാസമുണ്ടേ. ക്രിസ്പിയാണ് സംഭവം. അങ്ങനെ നമ്മൾ മത്തിക്കരയിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് വന്നിരിക്കുകയാണ്. യശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു ഒണിയൻ മാർക്കറ്റ് ഉണ്ട്. കർണാടകയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഒണിയൻ മാർക്കറ്റാണ്. APMC ഒണിയൻ മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു മാർക്കറ്റിലെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇവിടെ വലിയൊരു കവാടമൊക്കെ ഉണ്ട്. APMC യശ്വന്ത്പുര മൾട്ടി ലെവൽ കാർ പാർക്കിങ് അങ്ങനെയുള്ള ഇത് ഭയങ്കര വലിയ മാർക്കറ്റാണ്. അത് ഒണിയനൊക്കെ ആയിട്ട് വണ്ടി പോകുന്നുണ്ടോ, ലോഡൊക്കെ ആയിട്ട്. എപ്പോഴും ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഓരോ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഒണിയൻ കൊണ്ടുവരുന്നതും പിന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആയിട്ട് ഒത്തിരി വണ്ടികൾ കാണാം. ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. വലിയ മാർക്കറ്റാണ്. ഒണിയൻ മാത്രമല്ല കേട്ടോ, മെയിനായിട്ടും ഒണിയനാണ് പറയുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടോ, ആ വണ്ടികളൊക്കെ തേങ്ങ കൊണ്ടുവന്ന് ഇറക്കിയേക്കുന്നതാണ്. ഇത് നോക്കി എന്തോരം തേങ്ങ പൊതിച്ചിട്ടേക്കണേ. നമ്മുടെ കേരളത്തിലൊക്കെ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ കേട്ടോ. തേങ്ങയാണ്, ഈ സൈഡ് മൊത്തം തേങ്ങയാണ്. നമുക്ക് കയറുമ്പോൾ തന്നെ തേങ്ങയാണ് കാണാൻ പറ്റുന്നത്. ഒണിയനൊക്കെ ആ സൈഡിലേക്ക് കേട്ടോ. ഒത്തിരി നമുക്ക് ഇതിൽ നടക്കാനുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒരു തരം തിരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പണികളിലാട്ടോ. ഇവിടെ മല പോലെ കൂട്ടിയിട്ടേക്കണമൊക്കെ. ഇവിടെ ആ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതൊക്കെ അതെ ഈ മാർക്കറ്റിൻ്റെ ഭാഗം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും കേട്ടോ കാർ പാർക്കിങ്. ഓക്കെ, അത് കാർ പാർക്കിംഗ് ആണ് കാണുന്ന ബിൽഡിങ്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആട്ടോ. ഒരുപാട് കാറൊക്കെ നിർത്തിയിടാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒണിയൻ, ഇവിടെ വെളുത്തുള്ളി കാണാം കണ്ടോ, വെളുത്തുള്ളി. എന്നാലും തേങ്ങയാണ് മെയിനായിട്ട്. എന്തേ ചേച്ചി വണ്ടിയിൽ നിന്ന് ഓരോ തേങ്ങയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇറക്കുന്നുണ്ടോ. വെളുത്തുള്ളി കണ്ടോ, വെളുത്തുള്ളിക്ക് ഓരോ സംസ്ഥാനത്തു നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. വെളുത്തുള്ളി കൊണ്ടുവന്നിട്ട് ഇവിടെ ക്വാളിറ്റി നോക്കിക്കൊണ്ടിരിക്കട്ടെ. ക്വാളിറ്റി അനുസരിച്ച് അങ്ങനെ അവർ തരം തിരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ടോ. ഈ സൈഡ് മൊത്തം വെളുത്തുള്ളിയാണ്. വണ്ടിയിൽ കൊണ്ട് ഇറക്കണമുണ്ട്. അതുണ്ടോ വെളുത്തുള്ളി അതിൻ്റെ അല്ലിയൊക്കെ മൊത്തം കളഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും ഇവിടുന്ന് ഇവരെയും ക്ലീൻ ചെയ്തിട്ട് ഓരോ സ്ഥലത്തേക്ക് ഓരോ കടകളിലേക്കൊക്കെ കയറ്റി വിടാനായിട്ട് അങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ. ഇങ്ങനെ വണ്ടി വരുന്നു പോകുന്നു, അങ്ങനെ ഭയങ്കര തിരക്കാണ്. ഈ മാർക്കറ്റ് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ടൈമുണ്ട്. 9 മണി സമയത്തൊക്കെ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലേലം വിളി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എന്തോരം ട്രക്കാണ് വന്ന് കിടക്കണേന്ന് നോക്കി. ഒണിയൻ സ്റ്റോർ ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇവിടെയൊക്കെ ചാക്ക് കണക്കിന് ഒണിയൻ കൊണ്ടിറക്കുന്നത് കാണാം. അപ്പോൾ ഇത് പല സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്നതാണേ ഒണിയൻ. അപ്പോൾ ഇതിവിടെ കീപ്പ് ചെയ്യും. പിന്നെ ഇറക്കുമതിയും കയറ്റുമതിയും അങ്ങനെ എല്ലാം ഈ മാർക്കറ്റിൽ നിന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ആണ് അതിൻ്റെ പരിപാടി മൊത്തം. ഇത് കണ്ടോ, ഇവിടെ എല്ലാവരും ഇരുന്ന് അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ എൻ്റെ. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഇതിപ്പം ഈ ഒരു സെക്ഷൻ മൊത്തം ഒണിയൻ്റെയാണ്. ഒത്തിരി തൊഴിലാളികളുണ്ട്, ഫുൾ ടൈം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇത് ഒത്തിരി ഏരിയയിലുണ്ട്. ഇവിടെ മെയിനായിട്ട് അറിയപ്പെടുന്ന ഒണിയൻ മാർക്കറ്റ് എന്നാണെന്നുണ്ടെങ്കിലും ഒണിയൻ മാത്രമല്ല. എൻ്റെ പൊന്നെ, ഇത് നടന്നാലും തീരില്ല കേട്ടോ, അത്ര മാത്രമുണ്ട്. ഞാൻ ഇത്രയും വലിയ മാർക്കറ്റാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു ഒണിയൻ്റെ സെക്ഷൻ ഇതാട്ടോ. ആ ഒരു കംപ്ലീറ്റ് ആ ഒരു വലിയ ബിൽഡിങ് മൊത്തം ഈ ഒണിയൻ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പൊട്ടറ്റോ ആണ് കണ്ടോ. ഇതിന് ഓരോരോ സെക്ഷനുണ്ട്. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഇതൊക്കെ പൊട്ടറ്റോയുടെ സ്റ്റോറുകളാണ്. ഈ വെളിയിൽ എടുത്ത് വെച്ചേക്കുന്നത് കാണാവേ, ഇത് കണ്ടോ. അതുപോലെ തന്നെ ചാക്കിലൊക്കെ ആക്കി വെച്ചേക്കുന്നതൊക്കെ അതൊക്കെ മൊത്തം പൊട്ടറ്റോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ടേ എനിക്കാണെങ്കിൽ കന്നഡ അത്ര ഫ്ലുവൻ്റ് അല്ല. നമ്മുടെ നാട്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങ് കയറി ചെന്ന് പല കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല, ഇവർ പറയുന്നത് കറക്റ്റ് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അതൊക്കെ കംപ്ലീറ്റ് ഇതേ പൊട്ടറ്റോ ആണ്. അത് മാത്രമല്ല ഇഞ്ചി, ജിഞ്ചർ. ഇത് ഹോൾസെയിലാ റീറ്റെയിൽ? ഇതെനിക്ക് തോന്നുന്നത് റീറ്റെയിൽ സെക്കൻഡ് സെയിൽ ആട്ടോ. അതായത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവർ ഫസ്റ്റ് ക്വാളിറ്റി മൊത്തം അതായത് കയറ്റുമതി ചെയ്യാനായിട്ട് എടുക്കുമല്ലോ, എന്നിട്ട് പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ആയിരിക്കും. എന്താണെന്നറിയില്ല, സെക്കൻഡ് സെയിൽ എന്നാൾ പറഞ്ഞത്. എന്തായാലും ഇത് റീറ്റെയിൽ ആട്ടോ. അതുപോലെ എല്ലാം ഉണ്ട്, സവോളയും വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. സവോള കണ്ടില്ല, അതിൻ്റെ ഒരു ക്വാളിറ്റി തിരിച്ചിട്ട് രണ്ടാമതുള്ള അതിൻ്റെ ഒരു ഇതാണ്. ഇതുണ്ടോ,
ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ട്, പക്ഷേ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടും കേട്ടോ. അതിങ്ങനെ വിൽക്കാനായിട്ട് ഒത്തിരി പേര് ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ പൊട്ടറ്റോ ആണ്. അതങ്ങനെ കിടക്കോട്ടത് എത്ര ഏക്കർ ഉണ്ടാവും ഒരു പിടുത്താൻ കിട്ടുന്നില്ല. എന്തായാലും അതെ ഇത് നോക്കി. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് നല്ലതും ചീത്തയും നോക്കിയിട്ട് തരം തിരിക്കുന്നതാണേ. ഇത് കണ്ടോ, ആ ഡാമേജ് ആയിട്ടുള്ള എല്ലാം ഒരു കൊട്ടയ്ക്കകത്തേക്ക് മാറ്റുന്നുണ്ടോ. അത് നല്ലത് മാത്രം ഒരു പാക്ക് ചെയ്യാനായിട്ട് വിടും. അപ്പോൾ ബാംഗ്ലൂരിലെ ഈ ഒരു മാർക്കറ്റ് 1955 സ്ഥാപിതമായൊരു മാർക്കറ്റാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഉള്ള ഉദ്ദേശത്തിലാണ് ഈ മാർക്കറ്റ് തുടങ്ങിയത്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ കർഷകർ അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല വില കിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അവരെല്ലാ കാര്യത്തിലും വിലയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഈ തൂക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ മൊത്തം ഇവരെ പറ്റിക്കപ്പെടുകയാണെന്നുണ്ട്. ഈ ഏജൻറ്റുമാരുണ്ടല്ലോ, ഈ ഏജൻറ്റുമാരാണ് മെയിനായിട്ടും ഇടനിലക്കാരെന്ന് പറയുന്നവർ. അവരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൃഷി ചെയ്ത കർഷകനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ഈ ഇടനിലക്കാരാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകർക്ക് നല്ലൊരു വില സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലധികം വ്യാപാരികളെയും വാങ്ങുന്നവരെയൊക്കെ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ നിർത്താനായിട്ട് നിയന്ത്രണമായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ഇതിൻ്റെ കർഷകർക്ക് മാത്രമല്ല, ഏജൻറ്റുമാർക്കും വാങ്ങുന്നവർക്കും എല്ലാവർക്കും ഉൽപ്പന്നങ്ങളുടെ ഒരു ഗുണനിലവാരത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും പ്രയോജനം ലഭിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെ കേട്ടോ. പിന്നെ കണ്ടില്ലേ, സ്ത്രീകൾ ഉൾപ്പെടെ അനേകം പേരാണ് ഈ മാർക്കറ്റിൽ ഓരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വലിയൊരു തൊഴിലവസരം കൂടി ഈ ഒരു മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരൊക്കെ ആയിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒഡീഷ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് പല ഉൽപ്പന്നങ്ങളും കയറി പോകുന്നുണ്ട്. ഈ സവോളയും പൊട്ടറ്റോ ഒക്കെ. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ പുറത്തിറങ്ങാൻ പോവുകയാണേ. ഇവിടെ മെയിനായിട്ട് ഈ സവോളയും ഉരുളക്കിഴങ്ങും കേട്ടോ ഏറ്റവും കൂടുതൽ കണ്ടത്. ഇത് കണ്ടോ, ചക്കപ്പഴം. നമ്മുടെ നാട്ടിലൊക്കെ പ്ലാവിലെ വെറുതെ പഴുത്ത് ചാടി ചീഞ്ഞു പോകും കേട്ടോ. ഇവിടെയൊക്കെ ഇവർ വിൽക്കുന്ന കണ്ടോ. ഇതിങ്ങനെ വേസ്റ്റു 10 രൂപയ്ക്ക് 4 എണ്ണം. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ചക്ക കൊണ്ടുവന്ന് ബാംഗ്ലൂർ കൊണ്ടുവരികയാണെന്നുണ്ട്. കോടീശ്വരന്മാരാകണ്ടോ, അത്രമാത്രം പ്ലാവുകളും ചക്കയില്ലല്ലേ. ഇവിടെ നോക്കി 4 എണ്ണത്തിന് 10 രൂപയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ചായക്കടകൾ അങ്ങനെയുള്ള കടകളൊക്കെ ഈ മാർക്കറ്റിൻ്റെ അകത്തുണ്ട് കേട്ടോ. ചായക്കടകൾ അങ്ങനെയുള്ള ചെറിയ കടകൾ. ഇതുണ്ടോ, ലോറിയൊക്കെ വന്ന് നിർത്തിയേക്കണം. നോക്കി, ഈ ലോറിക്ക് അടുത്ത് കയറിയിട്ട് മൊത്തം ബ്ലോക്കായി പോയാൽ അവിടെയൊക്കെ മൊത്തം ബ്ലോക്കാണ്. അതുപോലെ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക്. ഇതൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികളാട്ടോ. ഇവിടെ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് എല്ലാം കയറി പോകുന്നുണ്ടേ. ഹായ് ഹായ്. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം അടിപൊളിയാട്ടോ. അവർ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ അവരെ കാണിക്കാമെന്ന് ചോദിക്കും വീഡിയോയിൽ. അപ്പോൾ അവരൊന്നിങ്ങനെ പോസ് ചെയ്തൊക്കെ നിൽക്കും കേട്ടോ. എല്ലാവരും ഭയങ്കര സഹകരണമൊക്കെയാണേ. അത് കണ്ടോ, യൂട്യൂബറാന്ന് പറഞ്ഞത് വിളിക്കും കേട്ടോ വരാൻ പറഞ്ഞേ. ആണോ പേരെന്ന്? സുരേഷ്. കന്നഡ? കന്നഡ. തമിഴ്. ഇവിടെ ചപ്പാത്തി അങ്ങനെയുള്ള ഫുഡ്. വേണ്ടോ ചപ്പാത്തി? പോയി. ഓക്കെ, കണ്ടോ ഫുഡ് കഴിക്കണം. നോക്കി, അതിൻ്റെ ഇടയിലൂടെ തന്നെ ചെറിയ എന്താ ഡ്രസ്സുകൾ, ഷോർട്ട്സോ അങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ ഈ മാർക്കറ്റിൽ ഒത്തിരി ആളുകൾ വരുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മാർക്കറ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇവിടുത്തെ കർണാടകയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതമൊക്കെ നമുക്ക് അടുത്തറിയാനായിട്ട് സാധിക്കും കേട്ടോ. വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന ലോറിയാണേ. കണ്ടോ, ആ ലോറി നോക്കി മൊത്തം അലങ്കാരപ്പണികളൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി, MVD. അപ്പോൾ ഇത് ഞാൻ വന്ന വഴിയല്ലല്ലോ ഇറങ്ങിയേക്കുന്നത്, ഇതെവിടെയാണ് ഞാൻ വന്നേക്കുന്നത്? നമ്മളിതിലെല്ലാം കയറി വന്നത് കേട്ടോ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മെട്രോ സ്റ്റേഷൻ്റെ എങ്ങോട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ മെട്രോ ഇല്ല കേട്ടോ. അതായത് മത്തിക്കരയിലേക്ക് മെട്രോ ഇല്ല. ഇവിടുന്ന് ഞാൻ ഓട്ടോ പിടിച്ച് വന്നത്. കാരണം വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടുവേ. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു വിധത്തിലൊരു പാർക്കിംഗ് സ്ഥലം കണ്ടെത്തി അവിടെ ഇട്ടേക്കുക. അടുത്ത് മാറ്റി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ ഓട്ടോ പിടിച്ചാണ് വന്നേ. തിരിച്ച് ഓട്ടോയ്ക്ക് തന്നെ പോകാം. ബാംഗ്ലൂർ മെട്രോ പോകണുണ്ടോ? അപ്പോൾ എന്തായാലും മാർക്കറ്റിൽ നിന്ന് തിരിച്ചിറങ്ങുവാണ്. ഇനി പോയിട്ട് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം. എന്നിട്ട് രാത്രി തിരിക്കുവാണ് ഇവിടുന്ന്. അപ്പോൾ മാർക്കറ്റിലെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി, APMC, അതാട്ടോ അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ റൂമിലേക്ക് ഓട്ടോ വിളിച്ചേ. ഇവിടെ ഓട്ടോയ്ക്കൊക്കെ നല്ല റേറ്റ് കേട്ടോ. 150 ആണ് പറയുന്നത്. ഇവിടുന്ന് ജസ്റ്റ് 3 കിലോമീറ്ററേ ഉള്ളൂ. 150 ഇങ്ങോട്ട് വന്നിട്ട് 120 ആണ് ഞാൻ വന്നത്. ഈ ചേട്ടനും 150 തന്നെയാണ് പറഞ്ഞത്.
അങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടിട്ടോ. ഈ ചേട്ടൻ മലയാളിയാണേ. ഞാനിങ്ങനെ വലിയ കാര്യത്തിൽ കന്നഡയൊക്കെ പറഞ്ഞു തുടങ്ങിയതിന് മലയാളത്തിൽ ഇങ്ങോട്ട്. ചേട്ടൻ്റെ വീട് പാലക്കാടാണോ? എത്ര വർഷമായി ഇവിടെ? 10 കൊല്ലം. ഞാൻ ബാംഗ്ലൂർ കാര്യം പറഞ്ഞാൽ 3-4 വർഷം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മലയാളി ഓട്ടോ ഓടിക്കുന്ന ആളെ കാണുന്നത്. വേറെ മലയാളികളുണ്ടോ? ആ, ഫാമിലിക്ക് എവിടെയാണോ? എല്ലാം ഇവിടെ അല്ലേ? അങ്ങനെ നമ്മൾ യശ്വന്ത്പൂരിനോട് വിട പറയുകയാണ്. നമ്മുടെ മത്തിക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണേ. സമയം സന്ധ്യയായി. അപ്പം എന്താ പറയുക, സ്ട്രീറ്റ് വിളക്കുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി. നല്ല തിരക്കായിട്ട് എല്ലാവരും ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ച് റൂമിലേക്കും വീട്ടിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അല്പസമയം കൊണ്ട് മൊത്തം ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു പ്രധാന ഒരു ഏരിയ ആണ്. ഈ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് അങ്ങനെയുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് ഈ സ്ട്രീറ്റ് ഫുഡ് കേട്ടോ. റേറ്റ് കുറവാണെങ്കിൽ ഒത്തിരി വെറൈറ്റീസ് കിട്ടും. എന്നാൽ വാഹനത്തിരക്കാന്ന് നോക്കി. ഈ രാവിലെ ഒരു 9 മണി ടൈമിലൊക്കെ നല്ല തിരക്കാട്ടോ. കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഓഫീസ് വിടുന്ന ടൈമിലൊക്കെ അടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്കൊരു ബൈക്ക് കൊണ്ട് പോലും കയറാൻ പറ്റില്ല. ഇങ്ങനെ ചെറിയ ചെറിയ റോഡുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി മലയാളികളുടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കാണാനില്ല, കേരള മെസ്സ്. ഈ സൈഡിൽ ഒത്തിരി കാണാനൊക്കെ മലയാളിയുടെ റെസ്റ്റോറൻ്റാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന അതേ ഭക്ഷണമാണ്. പക്ഷേ ഇവിടെ നല്ല റേറ്റാണ് കേട്ടോ. റേറ്റ് കൂടുതലാണ്. അതേ സംഭവമൊക്കെയാണ്, ക്വാണ്ടിറ്റിയും എല്ലാം സെയിം തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഡബിൾ റേറ്റ് ആവും. പിന്നെ ഓരോ ഏരിയയൊക്കെ ഡിപ്പെൻഡ് ചെയ്താട്ടോ. നല്ല പോഷ് ഏരിയയിലേക്കാണെന്നുള്ളതനുസരിച്ച് ഭക്ഷണത്തിൻ്റെ റേറ്റും ഓട്ടോമാറ്റിക്കലി കൂടുമല്ലോ. ഇവിടെ ഒരു ചേട്ടൻ നിന്ന് പാനിപ്പൂരി വയ്ക്കുന്നുണ്ട്. പാനിപ്പൂരി വയ്ക്കുന്ന ചേട്ടൻ എനിക്ക് തോന്നുന്ന ഗേൾസാണെന്ന് ഏറ്റവും കൂടുതൽ പാനിപ്പൂരി ഒരു രക്ഷയില്ല കേട്ടോ. അവർക്ക് ഭയങ്കര താല്പര്യമാണ് ഈ പാനിപ്പൂരി ഇങ്ങനെയുള്ള സംഭവത്തോട്. കണ്ടോ, തലശ്ശേരി റെസ്റ്റോറൻറ്റ് അവിടെ കാണാം. കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്, അങ്ങനെ ഒത്തിരി നമുക്ക് ഈ ഒരു സ്ട്രീറ്റിലുണ്ട്. ഇത് ചെറിയൊരു അമ്പലം കേട്ടോ. ഇവിടെ പൂ വയ്ക്കുന്ന ഒരു ചേട്ടനെ കാണാം. പൂമാല. അപ്പോൾ എന്തായാലും ഞാൻ ഗേൾസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പാനിപ്പൂരി പറഞ്ഞാൽ കഴിക്കാൻ പോകാം കേട്ടോ. പാനിപ്പൂരിയിൽ നിന്ന് തുടങ്ങാം. എന്തായാലും ഒരുപാടൊന്നും കഴിക്കാൻ പോകുന്നില്ല. വണ്ടി ഓടിക്കാനുള്ളൂ. വയറിനെന്തിനും പണി കിട്ടിക്കഴിഞ്ഞാൽ രാത്രിയാണ്, അത് സീനാവും. भैया 1 प्लेट पानी पूरी। भैया इसमें मुझे आलू नहीं चाहिए, प्याज डालो। എനിക്ക് ഈ ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്ത് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ. ഒരു ഈ പാനിപ്പൂരിക്കകത്ത് ഉരുളക്കിഴങ്ങ് ഇടുക. ഉരുളക്കിഴങ്ങും ഉള്ളിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. എന്തോ എനിക്ക് ആ ഉരുളക്കിഴങ്ങ് ഇടുന്ന ഒരു താല്പര്യമില്ല. അവർ മിക്കവാറും ഉണ്ടാക്കണത് വെച്ചിട്ട് ഈ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നും മനസ്സിൽ തോന്നില്ല കേട്ടോ. സംഭവം എല്ലായിടത്തും അങ്ങനെയൊക്കെയാണ് ഓരോ ഭക്ഷണം. പക്ഷേ ഞാൻ പണ്ട് പോലെ പാനിപ്പൂരി അങ്ങനെ കഴിക്കാറില്ല. പാനിപ്പൂരിക്കകത്ത് ആ വെള്ളമാണ് മെയിനായിട്ടും, ഒരു പുളിയുള്ള വെള്ളം കേട്ടോ. പിന്നെ കുറച്ച് സവോളയൊക്കെ ഇടും കണ്ടോ. ഇതാണ് സംഭവം. ഞാൻ ആ ഒണിയൻ മാത്രമേ ഇടാൻ പറഞ്ഞിട്ടുള്ളൂ. കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ റെസ്റ്റോറൻറ്റുകളുണ്ടോ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചാട്ടാണ്. പല ടൈപ്പ് ചാട്ട്, സമോസ ചാട്ട്, കച്ചോരി ചാട്ട്, അങ്ങനെയുള്ള ചാട്ടൊക്കെ വിൽക്കുന്ന ഷോപ്പാണ് കാണുന്നത്. അപ്പോൾ പാനിപ്പൂരി 40 കേട്ടോ. മൊത്തം 8 പാനിപ്പൂരി ഉണ്ടേ. അപ്പോൾ ഇനി അടുത്തായിട്ട് ആസാം മോമോസ് ട്രൈ ചെയ്യാം കേട്ടോ. മോമോസൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എന്നാലും ബാംഗ്ലൂർ ഇവിടുത്തെ ഇവർ തന്നെ ഉണ്ടാക്കണതാണേ. അതായത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കാം. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് കിത്തനായേ? ചിക്കൻ 50 rupees. ഓക്കെ, 8 പ്ലേറ്റ് ഏതോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സ്റ്റീംഡ് മോമോസ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ പറയുമ്പം അവരൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട്. അതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ചിക്കനും വെജുമാണ് മെയിനായിട്ടും ഉള്ളത്. ഫ്രൈഡും ഉണ്ട്. അത് ഇത് നമ്മൾ മേടിച്ചേക്കണേ ഇപ്പം സ്റ്റീംഡ് മോമോസ്. അതാണ് കുറച്ചുകൂടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. പ്ലേറ്റ് മേ തേതോ അബി കനകേലി. അപ്പോൾ ദേ ഇതാണ് സംഭവം. 6 പീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ എന്തൊക്കെയോ മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ചട്നി, മയോണൈസാന്ന് തോന്നുന്നു. ഓ, മയോണൈസ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ചട്നിയിൽ മുക്കുന്നു. ഇനി ഒന്ന് കഴിച്ചു നോക്കാം.
കൊള്ളാം. ഒരു നല്ല സ്പൈസി ആട്ടോ. അവർ ആ മസാല ചേർത്തിട്ടുണ്ട്. പുറമെ എന്തൊക്കെയാണ് മുളക് പൊടി എന്തൊക്കെയോ വിതറിയിട്ടുണ്ട്. അതിൻ്റെയാന്ന് തോന്നുന്നു. തിരക്ക് കണ്ടോ? ഇപ്പോൾ സ്ട്രീറ്റൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായി തുടങ്ങി കേട്ടോ. ആളുകളെല്ലാം നിറഞ്ഞു റോഡിൽ കണ്ടോ. നമുക്ക് നടക്കാൻ പോലും പറ്റില്ല, അത്രയും പോലും ഗ്യാപ്പില്ല കേട്ടോ. അത്ര തിരക്കാണ്. അത് മെയിനായിട്ട് ഈ സ്ട്രീറ്റ് ഫുഡുള്ള ഷോപ്പ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അടുത്തൊരു കോളേജാണ്, അതുകൊണ്ട് സ്റ്റുഡൻസൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ. അവർ താമസിക്കുന്ന PG ഹോസ്റ്റൽ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഇറങ്ങും. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അധികം ഒന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും ഷവർമ, ഒരു റോള് ഷവർമയുടെ മേടിച്ചിട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഇവിടുത്തെ ഷവർമ നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷവർമ കഴിച്ച് പണി കിട്ടായിരുന്നാൽ മതിയായിരുന്നു. ഷവർമയ്ക്ക് ഇത് മയോണൈസ് ഉണ്ട്, അതാണ് ഷവർമ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ബ്രെഡല്ല യൂസ് ചെയ്യുന്നത്. ഒരു ഭയങ്കര, നമ്മുടെ നാട്ടിൽ കുപ്പൂസ് എന്ന് പറയുന്ന സംഭവമാണല്ലോ. ഇവിടെ കുപ്പൂസ് അല്ല, ഇവിടെ പകരം റൊമാലി റൊട്ടിയാണേ. കണ്ടോ റൊമാലി റൊട്ടി വയ്യ, കണ്ടോ സംഭവം റൊമാലി റൊട്ടിയിലാട്ടോ ഇത് പാക്ക് ചെയ്യണേ. ബാക്കി ഇതൊക്കെ ഇത് സ്പൈസിയാണ്. ഇതൊരു മീഡിയം സ്പൈസിയാണ്. ഹൗ മച്ച്? 60, 60 രൂപയാണേ. അപ്പോൾ അങ്ങനെ ഷവർമയൊക്കെ മേടിച്ച് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പം ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ വിശക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും കഴിക്കാം. പക്ഷേ അത്യാവശ്യം വയറ് ഫുള്ളായിട്ടോ. അതും ഇതൊക്കെ എല്ലാം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു പണി തന്നെയായിരിക്കും. കാരണം ഒറ്റയ്ക്കാണ് വണ്ടി ഓടിക്കാനുള്ളൂ. നമുക്ക് 10-600 കിലോമീറ്റർ പോകാനുള്ളതാണ്. അപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വണ്ടിക്കകത്ത് കൊണ്ട് വെച്ചു. ഇനിയിപ്പം നേരെ പോയാൽ മതി. അപ്പോൾ ഇനി ഷവർമ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മയോണൈസ് ഇടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. മയോണൈസ് ഇട്ടാൽ പണി കിട്ടും. ഞാൻ ഒരു പ്രാവശ്യം മയോണൈസ് കഴിച്ചിട്ട് ഞാൻ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു കേട്ടോ, ഫുഡ് പോയിസൺ അടിച്ചിട്ട്. അത് പിന്നെ ഞാൻ മയോണൈസ് കഴിക്കാറില്ല. ആ പുള്ളി ചെറുതായിട്ട് ഇട്ടുകൂട്ട സംഭവം അധികമില്ല. എനിക്ക് തന്നെ മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ പുള്ളി ഒരു ശീലമായി പോലെ ഇളക്കി അങ്ങനെ ചേർത്തായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ അതേ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതല്ല കേട്ടോ. എന്തായാലും കർണാടക സീരീസൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ വേറെ ഒരു ആവശ്യം വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒതുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എന്തായാലും ഇവിടുന്ന് ഒരു 8:30 ആകുമ്പോഴത്തേനും തിരിക്കും. ഇപ്പോൾ സമയം 8 മണി ആവാറായിട്ടുണ്ട്. അപ്പം നേരം എടുക്കുമ്പോഴത്തേനും വീട്ടിൽ ചെല്ലാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.